അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖല്ലേ? ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. സാധാരണ ഒരു ഡെയിലി വ്ളോഗ്. നമുക്ക് വ്ളോഗിലോട്ട് പോകാം. ഈ വ്ളോഗ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഔട്ടിംഗ് ആണ്. കോട്ടക്കലിൽ തുടങ്ങാൻ പോകുന്ന ആയുർ മെഡിസിറ്റിയുടെ സൈറ്റ് വിസിറ്റ് ചെയ്തതാണ്. ഇതിന് ഞാനും ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോയിരുന്നത്. ഇതിന്റെ കൂടെ തന്നെ ബിസ്മിയിലെ ചെറിയൊരു ഷോപ്പിങ്ങും ബിസ്മിയുടെ അടുത്ത് തന്നെയുള്ള ഒരു കണ്ടെയ്നർ കഫേ ഉണ്ട്, അവിടെ ഒന്ന് കയറി. അതിന്റെ കൂടെ തന്നെ പെരിന്തൽമണ്ണയിലെ റിസോർട്ട് കൂടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെയാണ് റിസോർട്ട്, അതുകൂടെ ഒന്ന് കാണാൻ പോയി. ഇത് മൂന്നും കൂടെയാണ് ഈ വ്ളോഗിലുള്ളത്. നമുക്ക് വ്ളോഗിലോട്ട് പോകാം. ഇപ്പോൾ ഞങ്ങളുള്ളത് ആയുർ മെഡിസിറ്റിയുടെ പ്ലോട്ടിലാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലാണ് ആയുർ മെഡിസിറ്റിക്കുള്ള പ്ലോട്ട് ഉള്ളത്. പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ശരിക്കും ഒരു ആയുർവേദ പ്രൊജക്ടിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. എനിക്കിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഞങ്ങൾ ഇതിന്റെ പ്ലോട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആയുർ മെഡിസിറ്റി 3 ഫേസ് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവർ ഷെയർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും ഗ്രാമീണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ പ്രൊജക്ടിന്റെ ആയുർ മെഡിസിറ്റിയുടെ ഫസ്റ്റ് ഫേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ഥലമാണിത്. ഹോസ്പിറ്റൽ, ലക്ഷറി വില്ലകൾ, കൺവെൻഷൻ സെന്റർ, ഹൈപ്പർ മാർക്കറ്റ്, ഹെലിപാഡ്, ഫുഡ് കോർട്ട്, നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ, പ്രകൃതി സൗന്ദര്യത്തോടു കൂടിയ വിനോദ സഞ്ചാര പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് ആയുർ മെഡിസിറ്റി പ്രൊജക്ട്. ഞാൻ ഇവിടുന്ന് സൈറ്റ് ഓഫീസിലോട്ട് പോവുകയാണ്. ഇവിടെയാണ് ലക്ഷറി വില്ലകൾ ഉണ്ടാക്കുന്നത്. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈറ്റ് ഓഫീസാണിത്. എന്തായാലും സൈറ്റ് എല്ലാം വിസിറ്റ് ചെയ്തു. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സ്റ്റഡി ചെയ്യണം. ഇത് ഇവിടുത്തെ കോഫി ടൈമാണ്. നല്ല അടിപൊളി കാഡമൻ കോഫിയാണുള്ളത്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സ് ഉണ്ട്. ഫ്രൈഡ് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ആൽമണ്ട്സും, കൂടെ തന്നെ ബിസ്ക്കറ്റും ഉണ്ട്. ഈ പ്രൊജക്ടിനെ പറ്റിയിട്ട് ഞങ്ങൾ അറിഞ്ഞത് അബുദാബിയിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ഏതായാലും ഒരു ആയുർവേദ പ്രൊജക്ടിന് പറ്റിയ സൈറ്റ് തന്നെയാണിത്. ഹസ്ബൻഡ് ഒരാഴ്ച ലീവിന് വന്നിട്ടുണ്ട്. അപ്പോഴെന്തായാലും സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണയിലാണുള്ളത്. പ്രവാസി സേവാ കേന്ദ്രത്തിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാം. വീഡിയോയിൽ കാണുന്നുണ്ടാവും, അവിടെ കാണുന്ന ചെറിയ ഷോപ്പാണ്. പ്രവാസി ക്ഷേമ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പ്രവാസികൾക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ അനുവദിക്കുന്നുണ്ട്. 5 വർഷം 300 രൂപ വീതം അടച്ചു കൊടുത്താൽ 60 വയസ്സിന് ശേഷം 2000 രൂപ പെൻഷൻ കിട്ടും. ഈ പെൻഷന്റെ അണ്ടറിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തു കറക്റ്റ് ഇൻഫർമേഷൻ ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ ഈ പ്രവാസി സേവാ കേന്ദ്രം കണ്ടപ്പോഴൊന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. ആ പ്രോഗ്രാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ വയസ്സുകാലത്ത് കഞ്ഞിയും ഉപ്പും ചേർത്ത് കഴിക്കാനുള്ള ക്യാഷ് കിട്ടും. അതുതന്നെ പലർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. ഞാൻ ഇതിവിടെ പറയാൻ കാരണം, പ്രവാസികളായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രോഗ്രാമിൽ അംഗങ്ങളാകാം. 5 വർഷം വരെ 300 രൂപ അടച്ചു കൊടുക്കണം. അതിനുശേഷം അടച്ചു കൊടുക്കണം എന്നില്ല, വേണമെങ്കിൽ അടച്ചു കൊടുക്കുകയും ചെയ്യാം. 60 വയസ്സിന് ശേഷം ഇവർക്ക് 2000 രൂപ പെൻഷൻ കിട്ടും. ചിലർക്ക് 2000 രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റാറ്റസ് ആയിരിക്കണം എന്നില്ല അപ്പോഴുള്ളത്. അപ്പോൾ ഈ 2000 രൂപ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയായിരിക്കും.
ഇനി വേണമെങ്കിൽ ഗവൺമെന്റുകൾ മാറി വരുന്നതിനനുസരിച്ച് 2000 രൂപയുടെ അളവ് കൂടുകയും ചെയ്യാം. 5000 വരെ എത്താവുന്നതുമാണ്. വെറും 300 രൂപ മാസം അടച്ച് 2000 മുതൽ 5000 വരെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ലാഭം തന്നെയാണ്. അടുത്തതായി ഞങ്ങൾ പോയിട്ടുള്ളത് ബിസ്മിയിലാണ്. കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. എന്റെ കീറ്റോ ഫുഡ് ഐറ്റംസിന്റെ കുറച്ച് പർച്ചേസ്, ചീസ്, ഗ്രേപ്പ് ഫ്രൂട്ട് അതെല്ലാം പർച്ചേസ് ചെയ്തു. അല്ലാതെ വേറെ പർച്ചേസ് ഒന്നുമില്ല. ഒരു കൗണ്ടറിൽ കണ്ടതാണ് കർക്കിടക കഞ്ഞിക്കൂട്ട്, കർക്കിടക മാസാണ്. 33 ഐറ്റംസ് അടങ്ങിയ ഒരു പാക്കറ്റാണ് ഇത്. കണ്ടപ്പോൾ വെറുതെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് എടുത്തതാണ്. ബിസ്മിയുടെ അടുത്ത് തന്നെയായിട്ട് കണ്ടെയ്നർ കഫേ ഉണ്ട്. എന്നും ബിസ്മിയിൽ വരുമ്പോൾ വിചാരിക്കും ഒന്ന് കയറണം. ഇപ്രാവശ്യം എന്തായാലും ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് ഒന്ന് കയറാൻ വെച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു റിസോർട്ടിലോട്ടാണ്. പെരിന്തൽമണ്ണയിലെ റിസോർട്ടാണിത്. ഹിൽവ്യൂ റിസോർട്ട്, BBC ഹിൽവ്യൂ റിസോർട്ടാണ്. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റേതാണിത്. അപ്പോൾ എന്നും വിചാരിക്കും റിസോർട്ട് ഒന്ന് കാണണത്. നമുക്ക് ഇംപ്രസീവ് ആണെങ്കിൽ ഒരു നൈറ്റ് ഒക്കെ സ്റ്റേ ചെയ്യാം, അത് വിചാരിച്ചായിരുന്നു. പേര് പോലെ തന്നെ ഹില്ലിന്റെ മുകളിലാണ് ഈ റിസോർട്ട്. കുറച്ച് കയറി പോണം. നല്ല വ്യൂ ആണ്. രണ്ട് സൈഡും മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന മലകളാണ് കാണുന്നത്. ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ മഞ്ഞ് മൂടി. ഈ കാണുന്നതാണ് റിസോർട്ട്. ഞങ്ങൾ റിസോർട്ട് എത്തി. ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് കോൾ ചെയ്തിട്ടും വരാം. വെൽക്കം ഏരിയ ആണ്. 4 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണിത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഒന്നാമത്തെ ബെഡ്റൂം പോലെ തന്നെയാണിത്. ഇത് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഡൈനിങ് ഏരിയ ആണ്. ഇനി ഇവിടെ വേണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാം. ഗ്യാസ് സ്റ്റവ് അല്ലാണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് കഴിക്കാം. ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, എന്നാൽ പുറത്തുള്ള ഹോട്ടലിൽ നിന്ന് ഡെലിവറി ഉണ്ട്. ഇനി അപ്സ്റ്റെയറിലോട്ട് പോകാണ്. ഈ വില്ലയിലെ ലക്ഷറിയസ് ബെഡ്റൂമാണിത്. ബാത്ത് ടബോട് കൂടിയ അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തോട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് മലയൊക്കെ നന്നായിട്ട് തന്നെ ആസ്വദിക്കാം. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. 4 ബെഡ്റൂമോട് കൂടിയ ലക്ഷറി റിസോർട്ടാണിത്. പെരിന്തൽമണ്ണയിൽ തന്നെ ഉള്ളതാണ്. എന്തായാലും ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നൊന്നുമില്ല, വീട്ടിലോട്ട് തിരിച്ചു പോകണം. അവിടെ ഗസ്റ്റ് ഒക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത്, തലശ്ശേരി റെസ്റ്റോറൻറ്റ്.
ഡിന്നർ ടൈമാണ്, ഇനി ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എൻ്റെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വീഡിയോസും വ്ളോഗ്സും എല്ലാമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.